അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 4ാം ക്ലാസ്സിലെ ഫിഖ് പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കേൾക്കുന്ന വിദ്യാർത്ഥികളെ പാഠപുസ്തകം തുറന്നു വെച്ചുകൊണ്ട് കേൾക്കേണ്ടതാണ്. ഒന്നാമത്തത്, ശരിയും തെറ്റും അടയാളപ്പെടുത്താം. നിസ്കാരം നിർബന്ധമാവാൻ 5 ഷർത്തുകൾ ഉണ്ട്. നിസ്കാരം നിർബന്ധമാവാൻ 5 ഷർത്തുകൾ ഉണ്ട്. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 4 മറിക്കും. അവിടെ നടുവിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിലുണ്ട് നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകളാണ് ഉള്ളത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അവിടെ തെറ്റാണ് കൊടുക്കേണ്ടത്. തെറ്റ് എന്നിടാം. 2, ഹൈലിന്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 15 വയസ്സ്. എല്ലാവരും 18ാമത്തെ പേജ് മറിക്കും. 18ാമത്തെ പേജില് ഹൈലിന്റെ ചുരുങ്ങിയ പ്രായം പറയുന്നുണ്ട്. ഏകദേശം 9 വയസ്സാണ്. അപ്പം അതും തെറ്റാകുന്നു. 3, നജസ്സുകൾ 3 വിധമാകുന്നു. എല്ലാരും 9ാമത്തെ പേജ് മറിക്കും. 9ാമത്തെ പേജില് പറയുന്നത് നജസ്സുകൾ 3 വിധമാണ്. 2ാമത്തെ വരി പറയുന്നത് നജസ്സുകൾ 3 വിധമാണ്. അപ്പോൾ അത് ശരിയാണ്. 4, കടൽ വെള്ളം തഹൂറാണ്. പേജ് നമ്പർ 6 മറിക്കും. 6ല് തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണം ലാസ്റ്റത്തെ വരി പറയുന്നത് കടൽ വെള്ളം തഹൂറാണ്. അപ്പോൾ അത് ശരിയാണ്. 5ാമത്തെ ചോദ്യം, എള്ള് കൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാണ്. പേജ് നമ്പർ 12 മറിക്കും. എല്ലാവരും 12ാമത്തെ പേജ്. അതില് ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കള് 12ാം പേജിൽ അവസാനം ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കള്, ഭക്ഷ്യവസ്തുക്കള്, എല്ല്. അപ്പൊ നമുക്കിവിടെ മനസ്സിലായി എല്ല് കൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി 2ാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് ഉത്തരങ്ങളുണ്ട്. യോജിച്ചവ ചേർത്ത് എഴുതുക. 1, നിസ്കാരം നിർബന്ധമാകാൻ ഉള്ള ഷർത്ത്. എല്ലാവരും പേജ് നമ്പർ 4 നോക്കുക. 4ാമത്തെ പേജില് ആ വിഷയം പറയുന്നുണ്ട്. 4ാം പേജില് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്ത് മുസ്ലിം ആവുക. അതാണ് കറക്റ്റ് ആൻസർ. 2ാമത്തത്, നായ പന്നി. നായ പന്നി എന്നുള്ളത് മുഅല്ലദ് എന്നാണ് അതിന്റെ ആൻസർ. അത് പറയുന്നത് 10ാം പേജിൽ നോക്കൂ. 10ാം പേജിൽ പറയുന്നുണ്ട് നായും പന്നിയും മുഅല്ലദാണ്. 10ാം പേജില് നായ പന്നി എന്ന നജസ് മുഅല്ലദാന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ചോദ്യം, നജസ്. അതിന് ഉദാഹരണം കള്ള്. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് 4ാമത്തെ പേജില് 3ാമത്തെ വരി കാണാം. നബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം. അപ്പൊ ഇവിടെ ആൻസർ കൊടുക്കുന്ന റജബ് മാസത്തിലാണ്. അതാണ് കറക്റ്റ് ആൻസർ. ഹൈറിനുള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ്. 3 വിധമാണ്. എന്താണ് 3 വിധം? വെള്ളം. പേജ് നമ്പർ 6 അത് കൊടുത്തിട്ടുണ്ട്. 7ാമത്തത്, ഇസ്തിൻജാ. ഇസ്തിൻജാന്റെ അർത്ഥം എന്താണ്? ശൗചം ചെയ്യൽ. അത് പേജ് നമ്പർ 12 ഉണ്ട്. ഇനി 3ാമത്തെ ടൈപ്പ് ചോദ്യം, ഓരോ ഉദാഹരണം എഴുതാം. തഹൂറായ വെള്ളത്തിന് ഒരു ഉദാഹരണം. തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണം പേജ് നമ്പർ 6 പറയുന്നുണ്ട്. പേജ് നമ്പർ 6 മറിക്കൂ. 6 തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണം മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, പിന്നെ കടൽ വെള്ളം. പിന്നെ നജസ്സിന് ഉദാഹരണം അത് പേജ് നമ്പർ 7 പറയുന്നുണ്ട്. മൂത്രം, ലഹരി ദ്രാവകം. ഇടത്തരം നജസ്സിന് ഉദാഹരണം പറയുന്നത് പേജ് നമ്പർ 9 പറയുന്നുണ്ട്. മുത്തവസ്സിത്തായ നജസ്സാണ് ഇടത്തരം നജസ്. ഉദാഹരണം മലം, മൂത്രം, ഛർദിച്ചത്, രക്തം, ചലം, മനുഷ്യൻ, മത്സ്യം, വെട്ടുകൾ എന്നിവയിലെ
എന്നിവയുടേതല്ലാത്ത ശവം, മതി, വതി, ലഹരി ദ്രാവകങ്ങൾ ഇതൊക്കെ ഇടത്തരം നജസ്സുകളാണ്. ഗൗരവമുള്ള നജസ് അത് പറയുന്നത് പേജ് നമ്പർ 10 നായ, പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും. ഇനി അടുത്ത ചോദ്യം 4 പൂർത്തിയാക്കാം. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ. പേജ് 13 പറയുന്നുണ്ട്. 13 പേജില് 6 വരി. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം ഫർള് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന്. പേജ് നമ്പർ 7 മറിക്കാം. പേജ് 7 പറയുന്നുണ്ട് ഫർളായ ഏകദേശം നടുവിൽ നോക്കാം. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅമൽ എന്ന് പറയും. ഇനി കാരണം കൂടാതെ നിസ്കാരം സമയത്തെ അത് പറയുന്ന പേജ് നമ്പർ 5. പേജ് നമ്പർ 5 അവസാന പാരഗ്രാഫില് ഫസ്റ്റത്തെ വരി നോക്കാം. കാരണം കൂടാതെ നിസ്കാര സമയത്ത് വിട്ട് ചിന്തിക്കാൻ പാടില്ല. പിന്നെ ലാ ഹല്ല ഫിൽ ഇസ്ലാമി, ലാ ഹല്ല ഫിൽ ഇസ്ലാം പേജ് 4 ഒന്നാമത്തെ വരിയുടെ അവസാനം കാണാം. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക സലാത്ത. അതിന്റെ അർത്ഥം പഠിക്കണം, ചിലപ്പോൾ അർത്ഥം ചോദിക്കാം. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല. 5 ചോദ്യം നിസ്കാരം നിർബന്ധമാവാൻ 4. പേജ് 4 നടുവിലെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകളുണ്ട്. പിന്നെ 5 ചോദ്യം ഉത്തരം ഏതാണ്? നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതാണ്? പേജ് നമ്പർ 4 3 വരി കൊടുത്തിട്ടുണ്ട്. നുബുവത്തിന്റെ 11 വർഷം. ലഘുവായ നജസ് ഏതാണ്? അത് പേജ് നമ്പർ 9 2 പാരഗ്രാഫിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ്. 3 പാമ്പിന്റെ തോല് എങ്ങനെ ശുദ്ധിയാക്കാം? അത് പറയുന്നത് പേജ് നമ്പർ 5 അവസാനം പറയുന്നുണ്ട്. 5 പേജിന്റെ അവസാനം പേജ് നമ്പർ 10 10 പേജില് അവസാനം പറയുന്നുണ്ട് ശവത്തിന്റെ തോല് ഊറക്കല്ലിൽ കൊണ്ട് ശുദ്ധിയാകുമെന്ന്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാമ്പാണ്. പാമ്പിന്റെ തോല് എങ്ങനെ ശുദ്ധിയാക്കാം? അതിന് ഉത്തരം ഊറക്കിടൽ കൊണ്ട്. 4 ചോദ്യം ഇസ്തിൻജായി എന്നാൽ എന്ത്? പേജ് നമ്പർ 12 അതിന്റെ ഉത്തരം കിടക്കുന്നത്. ഇസ്തിൻജായി പേജ് നമ്പർ 12 1 വരിയിൽ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തിൻജാവ് അഥവാ ശൗചം ചെയ്യൽ എന്ന് പറയുന്നത്. ഇനി വ്യക്തമാക്കാം തഹൂർ എന്താണ്? പേജ് നമ്പർ 6 കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉത്തരം പേജ് നമ്പർ 6 തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. ഇനി തോഹിറായ വെള്ളം എന്നാൽ എന്ത്? പേജ് നമ്പർ 7 സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. ഇനി നജസ് അതും കൂടി പഠിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നജസിനെ കുറിച്ച് ചോദിക്കാം. നജസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ് നജസ്. ഈ നജസിന് 2 ഉദാഹരണം ചോദിച്ചാൽ മൂത്രം, ലഹരി ദ്രാവകം എന്ന് പഠിച്ചു വെക്കാം. പിന്നെ 2 കാര്യങ്ങൾ എഴുതാം. ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ, അത് പേജ് നമ്പർ 12 കൊടുത്തിട്ടുണ്ട്. 12 അവസാന ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കള്, ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കള്, ഭക്ഷ്യവസ്തുക്കൾ, എല്ലുകൾ. ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരെ. നന്നായിട്ട് പഠിക്കാം. തെതിരിഭാഗത്ത് മാത്രം പഠിച്ചാൽ പോരാ, പാഠങ്ങൾ നന്നായിട്ട് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.